Hi friends, welcome back to my channel. ഇന്ന് ഞാൻ മറ്റൊരു മീൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഡൊറാഡോ എന്ന് പറഞ്ഞ ഒരു മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഡൊറാഡോ. ഇതിന് സീ ബ്രീം അല്ലെങ്കിൽ ഒറാട്ട എന്ന് ചില രാജ്യങ്ങളിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒറാട്ട അല്ലെങ്കിൽ ഡൊറാഡോ കൊണ്ട് മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന്. നാട്ടിൽ നമുക്ക് നല്ല കരിമീനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പൊള്ളിക്കാനായിട്ട്. ഇവിടെ ഞാൻ കരിമീനിന് പകരം ചെയ്യുന്നതാണ് ഈ ഡൊറാഡോ വെച്ചിട്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. ഈ ഡൊറാഡോയ്ക്ക് ഒട്ടും ഉളുമ്പൊന്നും ഇല്ലാത്തൊരു നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് ചെതുമ്പലൊക്കെ ഉള്ള മീനാണ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞു വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പണി തുടങ്ങാം അല്ലേ. ആദ്യമേ ഞാൻ ചെതുമ്പൽ കളഞ്ഞു തുടങ്ങുവാണ്. പണ്ട് നാട്ടിൽ ഊത്ത തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ അപ്പച്ചനും ചേട്ടന്മാരും ഒക്കെ ഫുൾ ടൈം വെള്ളത്തിൽ പോയി മീൻ പിടുത്തമായിരിക്കും. എല്ലാം വെള്ളം പൊങ്ങിക്കിടക്കുന്ന സമയത്ത് മീൻ പിടിക്കാൻ പോവും. എന്നിട്ട് ഒരുപാട് മീനുമൊക്കെ ആയിട്ടാണ് വരുന്നത്. മിക്കവാറും 2-3 ദിവസം അവർ വെള്ളത്തിൽ മീൻ പിടുത്തമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വലിയ തോട്ടിലായിരുന്നു അവർ മീനൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അമ്മച്ചിയൊക്കെ ആ മീനെല്ലാം വെട്ടുന്നതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ഞാനിങ്ങനെ. എൻ്റെ കൂട്ടത്തിൽ 2-3 പൂച്ചക്കുഞ്ഞുങ്ങളും കൂടെ കാണും. അങ്ങനെ കുറേ നല്ല കുട്ടിക്കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 2 മീനിൻ്റെയും ചെതുമ്പലൊക്കെ ഏറെക്കുറെ കളഞ്ഞു. ഇനി ഞാനതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്കതിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ബാക്കി ക്ലീനിങ്. ഞാനിങ്ങനെ ഒരു കത്രിക ഉപയോഗിച്ച് ഈ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ആ ഏരിയയിലുള്ള ആ ചെതുമ്പലെല്ലാം ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി കളയാൻ വേണ്ടിയിട്ട്. വാല് ഞാൻ ഏറ്റവും ഒടുവിലാണ് മുറിച്ച് കളയുന്നത്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ 2ാമത്തെ മീനും റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ചെതുമ്പലും കൂടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തലയും അതിൻ്റെ വയറും ഒക്കെ ക്ലീനാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ ചെകിളക്കിടയ്ക്കൂടെ നമുക്കിങ്ങനെ ഒരു കത്തി കയറ്റി അത് നല്ലപോലെ ഒന്ന് മുറിച്ച് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് കട്ട് ചെയ്തങ്ങ് എടുത്തേക്കണം. ഇങ്ങനെ ആ തല കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കതിൻ്റെ വയറ് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് പതുക്കെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വയറ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തോണ്ട് അതിനകത്തൂടെ നമുക്ക് ആ വയറ്റിനകത്ത് അഴുക്കെല്ലാം ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കാവുന്നതാണ്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് വൃത്തിയാക്കി കഴുകി എടുക്കേ വേണ്ടൂ. പൂച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ മീനിൻ്റെ ഒക്കെ തലയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഞാനിതൊന്ന് വരഞ്ഞു വിടുകയാണ്. അതിനോട് ഞാൻ ഇച്ചിരി മൂർച്ചയുള്ളൊരു കത്തിയാണ് എടുത്തത്, പെട്ടെന്ന് വരഞ്ഞൊക്കെ കിട്ടാനായിട്ട്. അടുപ്പിച്ചടുപ്പിച്ച് നല്ല മുളകൊക്കെ പുരട്ടി വെച്ച് ഇതിനകത്തോട്ടൊക്കെ നല്ല ഇതിൻ്റെ രുചിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വരഞ്ഞു വിടുന്നത്. അതുപോലെ തന്നെ മറ്റതും പിന്നെ നമുക്ക് ആ വാലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇനി നമുക്ക് ആ മീനിന് പുരട്ടാനുള്ള മുളകും കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ, അത് നല്ലപോലെ ആ മീനിനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ചിലപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ഇച്ചിരി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് നമുക്കത് മിക്സിക്കകത്ത് അടിച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം.
ഇതിനകത്ത് എപ്പോഴും ഇങ്ങനെയാണ് മിക്കവാറും ഞാൻ ചെയ്യുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളി, ഒരുമാതിരി വലിയ വെളുത്തുള്ളി വേണം, ഒരു ഇടത്തരം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരല്പം നാരങ്ങാനീരും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് മീനിൽ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്തുമൊക്കെ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. നല്ലപോലെ എല്ലായിടത്തും ആ ഉപ്പും മുളകും ഒക്കെ നല്ലപോലെ പിടിച്ചാലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇന്ന് തന്നെ രണ്ടാമത്തെ മീനിനും തന്നെ പുരട്ടി വെച്ച് ഇത് ഞാനൊരു അരമണിക്കൂറുള്ള ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുകയാണ്. കാരണം എൻ്റെ വാഴയില ഇങ്ങനെ ഏഷ്യൻ കടയിൽ നിന്ന് ഇവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയില മേടിക്കാൻ കിട്ടും. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം എന്ന് മാത്രം. ഇനി അത് ആ അടുപ്പിൻ്റെ മുകളിൽ കാണിച്ച് ഞാനതൊന്ന് വാട്ടിയെടുക്കുകയാണ്. നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചുള വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുള്ളി കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. കുഞ്ഞുള്ളി അങ്ങനെ ഞാൻ അധികം മേടിക്കാറില്ല. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടൈപ്പ് ഉള്ളി. ഇതിനും കുഞ്ഞുള്ളിക്ക് അതേ ടേസ്റ്റ് തന്നെയാണ്. സാധാരണ നമ്മൾ കുഞ്ഞുള്ളി വെച്ചിട്ട് തന്നെയാണ് ഈ മീൻ പൊള്ളിക്കാറ്. ആദ്യമേ തന്നെ നമുക്കുള്ള ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കരിവേപ്പിലയും പിന്നെ 1-2 പച്ചമുളക്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇപ്പം കുരുമുളക് പൊടി, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഉള്ളി എത്രയും കൂടുതൽ ഇടാവോ അത്രയും നല്ലതാണ്. ഞാൻ എൻ്റെ ഇപ്പോൾ 250 ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് തക്കാളിക്ക് ഒരു 2 എണ്ണം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ വിതറി കൊടുക്കാം. കുറച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ അത് മുഴുവൻ കരിഞ്ഞു പോകും. ഞാൻ ഇതിനകത്തോട്ട് മീൻ വെച്ച് കൊടുക്കുകയാണ്. ആദ്യത്തെ വശം ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 വശവും ഒരു 3 മിനിറ്റ് വീതമൊക്കെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഇതിവിടെ എൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ചെറുതായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഇച്ചിരി വിട്ട് പോന്നു. നല്ല ഇളകിപ്പോരുന്ന പാത്രമാണെങ്കിൽ പെട്ടെന്ന് അത് വിട്ടു പോരാനൊന്നും കുഴപ്പമില്ല. അപ്പം കുറച്ചുകൂടെ ഭംഗിയിലിരിക്കും. ഒരു വീഡിയോയിൽ ആ കുട്ടി പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. എങ്കിലും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ 2 വശവും വേവിച്ച ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള എണ്ണയ്ക്കകത്തോട്ടാണ് ഞാൻ ഉള്ളിയൊക്കെ വഴറ്റുന്നത്. ഞാൻ ഈ എണ്ണ കളയത്തില്ല. ഈ എണ്ണയ്ക്ക് നല്ലൊരു മീൻ വറുത്തതിൻ്റെയൊക്കെ ഫ്ലേവറുണ്ട്. അതൊക്കെ ആ ഉള്ളിയിലും കൂടെ പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇതിനൊരു ഭയങ്കര ഒരു ടേസ്റ്റ് ആകുന്നേരം. ഇനി ആ എണ്ണയിൽ കുറച്ച് മാറ്റി വെച്ച ശേഷം ഞാൻ അതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുത്ത് വഴറ്റുകയാണ്. ഉള്ളി ഒരുമാതിരി നല്ലതുപോലെ വഴറ്റിയ ശേഷം നമ്മൾ അതിനകത്തോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരട്ടെ. അതിന് ശേഷമാണ് നമ്മൾ അവിടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. മിക്സിയിൽ പറ്റിയിരിക്കുന്ന അരപ്പും കൂടെ നമുക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതോടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരല്പം നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തോണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് 1-2 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ലാസ്റ്റത്തെ ഒരു ചെറിയ സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഒരല്പ കരിവേപ്പില വിതറി കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിനി അത് ഇലയിലേക്ക് നമ്മുടെ മീനിൻ്റെ കൂട്ടത്തിലോട്ടാക്കിയെടുക്കാം. ഞാനിത് കെട്ടാൻ വേണ്ടിയിട്ട് ആ വാഴയുടെ വള്ളിയും കൂടെ ഞാൻ ഈ ഇലയുടെ അറ്റത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മസാല വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ വറുത്ത മീനും കൂടെ വെച്ച് കൊടുത്തോണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടെ മസാല തൂക്കി കൊടുക്കാം. അങ്ങനെ 2 സൈഡിലും മസാല ഇട്ട ശേഷം നമുക്ക് ആ ഇല കൊണ്ട് ഇതൊന്ന് നല്ലപോലെ പൊതിഞ്ഞ് ആ വള്ളി കൊണ്ട് നല്ലപോലെ മുറുക്കി കെട്ടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരിക്കൽ കൂടെ ആ ചട്ടി നല്ലപോലെ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഇല അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു സൈഡ് ഞാനിപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര പൊട്ടിത്തെറിക്കുന്നുണ്ട്. ചെറു തീയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം 2ാമത്തെ സൈഡും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി അത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ 2ാമത്തെ മീൻ അതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കാം. ഓ അടിപൊളി! അങ്ങനെ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്. നല്ല ഉഗ്രം മണമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇത് തന്നെ രസമായിട്ടായിരിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ 1-2 സവോളയുടെ പീസുകളും അതുപോലെ ഒരു നാരങ്ങയുടെ കഷ്ണമൊക്കെ വെച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. തക്കാളി ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ നല്ലതാണ്. ഞങ്ങളിതൊരു ഇച്ചിരി കപ്പയും കൂടെ കൂട്ടി കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനൊരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഇനിയും ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗുഡ് അപ്പറ്റീറ്റ്.